വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട 10 എനിമൽസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, അറ്റ്ലാന്റിക് വോൾഫിഷ്. ഇതിനെ വൂഫ് അല്ലെങ്കിൽ കടൽ പൂച്ച എന്നറിയപ്പെടുന്നു. ഇത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുള്ള വൂൾഫിഷ് കുടുംബമായ അൻഹാഗ്ഡേച്ചിൽപ്പെട്ട ഒരു കടൽ മത്സ്യമാണ്. US ജലാശയങ്ങളിലെ അറ്റ്ലാന്റിക് വൂൾഫിഷുകളുടെ എണ്ണം അതിവേഗം കുറയുന്നു. പച്ച ഞണ്ടുകളുടെയും കടൽ മുള്ളുകളുടെയും എണ്ണം നിയന്ത്രിക്കുന്നതിലും ഇവ ഒരു പ്രധാന ഘടകമാണ്. ഇവ നിയന്ത്രിക്കാതെ വിട്ടാൽ ആവാസ വ്യവസ്ഥയെ അമിതമായി തടസ്സപ്പെടുത്താം. നമ്പർ 9, മറാബൌ സ്ട്രോക്ക്. സബ് സഹാറൻ ആഫ്രിക്കയിൽ നിന്നുള്ള സിക്കിനോഡെ എന്ന കൊക്ക് കുടുംബത്തിലെ ഒരു വലിയ നീർക്കോഴി പക്ഷിയാണ് ഇത്. നനവുള്ളതും വരണ്ടതുമായ ആവാസ വ്യവസ്ഥകളിൽ പലപ്പോഴും മനുഷ്യവാസത്തിന് സമീപം പ്രത്യേകിച്ച് മാലിന്യ കൂമ്പാരങ്ങൾ പ്രജനനം നടത്തുന്നു. പിന്നിൽ നിന്നുള്ള ആകൃതി കാരണം ഇതിന് ചിലപ്പോൾ അണ്ടർടേക്കർ പക്ഷി എന്നും വിളിക്കുന്നു. നമ്പർ 8, ഹൈന. കഴുതപ്പുലി എന്ന ഈ ഇനം ഹയാനിഡെ കുടുംബത്തിൽപ്പെടുന്ന ഫെലിഫോം മാംസഭോജി സസ്തനികളാണ്. കുറഞ്ഞ വൈവിധ്യം ഉണ്ടായിരുന്നിട്ടും ഹൈനകൾ മിക്ക ആഫ്രിക്കൻ ആവാസ വ്യവസ്ഥകളുടെയും സവിശേഷവും സുപ്രധാനവുമായ ഘടകങ്ങളാണ്. വംശനാശ ഭീഷണി മൂലം പൂച്ചകളോടും ബവറിഡുകളോടും കൂടുതൽ അടുപ്പമുണ്ടെങ്കിലും കഴുതപ്പുലികൾ പെരുമാറ്റപരമായും രൂപശാസ്ത്രപരമായും പല ഘടകങ്ങളിലും കാനിഡുകളോട് സമയമുള്ളവയാണ്. നമ്പർ 7, സ്റ്റാർ നോസ്ഡ് മോൾ. വടക്കേ അമേരിക്കയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ ഈർപ്പമുള്ളതും താഴ്ന്നതുമായ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു ചെറിയ അർദ്ധജല മോളാണ് നക്ഷത്രമൂക്കുള്ള ഈ ജീവി. ഇത് കോണ്ടിലൂറിനി ഗോത്രത്തിലെയും കോണ്ടിലൂറ ജനുസിലെയും നിലവിലുള്ള ഒരേയൊരു അംഗമാണ്. അതിന്റെ എയ്മറിന്റെ അവയവങ്ങളുടെ സഹായത്തോടെ ഭൂകമ്പ തരംഗ വൈബ്രേഷനുകൾ കണ്ടെത്താൻ ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നു. നമ്പർ 6, പ്രോബോസ്കിസ് മങ്കി. പ്രോബോസിക്സ് കുരങ്ങ് അല്ലെങ്കിൽ നീണ്ട മൂക്കുള്ള കുരങ്ങ് അസാധാരണമാംവിധം വലിയ മൂക്ക്, ചുവപ്പ് കലർന്ന തവിട്ട് നിറമുള്ള ചർമ്മ നിറം, നീണ്ട വാൽ എന്നിവയുള്ള ഒരു വൃക്ഷജീവിയായ പഴയ ലോക കുരങ്ങാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ ദ്വീപായ ബോർണിയോയിൽ മാത്രം കാണപ്പെടുന്ന ഇത് പ്രധാനമായും കണ്ടൽക്കാടുകളിലും ദ്വീപിന്റെ തീരപ്രദേശങ്ങളിലും കാണപ്പെടുന്നു. ഇത് നസാലിസ് എന്ന മോണോടൈപ്പിക് ജനുസിൽ പെടുന്നു. നമ്പർ 5, ഹാമർ ഹെഡഡ് ഫ്രൂട്ട് ബാറ്റ്. പശ്ചിമ ആഫ്രിക്കയിലും മധ്യ ആഫ്രിക്കയിലും വ്യാപകമായി കാണപ്പെടുന്ന ഒരു മെഗാ ബാറ്റ് ആണ് ഇത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വവ്വാലാണിത്. ചിറകുകൾ 1 മീറ്റർ വരെ എത്തുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ലൈംഗികമായി ദുരൂഹമായ വവ്വാലുകളുടെ ഇനമാക്കി മാറ്റുന്നു. ചുറ്റിക തലയുള്ള വവ്വാലുകൾ മാംസഭോജികളാണ്. രാത്രിയിലുള്ള ഇവരുടെ ഭയങ്കരമായ ശബ്ദം ഇവരെ കീടവിഭാഗത്തിൽ പെടുത്തുന്നു. നമ്പർ 4, മോൺഫിഷ്. ഇവ അറ്റ്ലാന്റിക് ഇന്ത്യൻ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന വിവിധ തരം ബ്ലോഫിഡ് ആംഗ്ലോ ഫിഷുകളാണ്. കറുത്ത വെള്ള ആംഗ്ലോ ഫിഷ് രണ്ടും 800 മീറ്റർ മുതൽ ആഴമേറിയ മീറ്ററിൽ കൂടുതൽ വരെയുള്ള ഉൾക്കടലിലുള്ളതുമായ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ഈ 2 ഇനങ്ങളും വളരെ സമാനമാണ്. അവയ്ക്കിടയിൽ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ മോക്ക് ഫിഷ് ചിലരുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. നമ്പർ 3, ഐ. നീണ്ട വെല്ലുകളുള്ള ഒരു ലെമൂറാണ് ഇത്. നിരന്തരം വളരുന്ന എലി പോലുള്ള പല്ലുകളും മരക്കൊമ്പുകളിൽ നിന്ന് ലാർവകളെയും പിടിക്കാൻ അവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക നടുവിരലും ഇവയ്ക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രാത്രികാല പ്രൈമേറ്റ് ആണിത്. ഭക്ഷണം കണ്ടെത്തുന്നതിനുള്ള അസാധാരണമായ രീതിയാണ് ഇതിന്റെ സവിശേഷത. പൂർണ്ണ വളർച്ചയെത്തിയ ഇതിന് 2 അടിയോളം നീളമുണ്ടാവും. നമ്പർ 2, ബ്ലോബ് ഫിഷ്. ഒരു ആഴക്കടൽ മത്സ്യമാണ് ഇത്. ഇത് ഓസ്ട്രേലിയയുടെയും ടാസ്മാനിയയുടെയും പ്രധാന തീരങ്ങളിലെ ആഴക്കടലുകളിലും ന്യൂസിലാൻഡിലെ വെള്ളത്തിലും വസിക്കുന്നു. ബ്ലോബ് ഫിഷുകൾ സാധാരണയായി 30 സെന്റിമീറ്ററിന് താഴെയാണ്. 600-നും 1200-നും ഇടയിൽ ആഴത്തിലാണ് ഇവ ജീവിക്കുന്നത്. അവിടെ മർദ്ദം സമുദ്രനിരപ്പിനേക്കാൾ 60 മുതൽ 120 മടങ്ങ് വരെ കൂടുതലാണ്. ഇത് ഗ്യാസ് ബ്ലാഡറുകളെ പ്ലവൻസി നിലനിർത്തുന്നതിന് കാര്യക്ഷമമല്ലാതാക്കും. നമ്പർ 1, നേക്കഡ് മോൾ റാറ്റ്. മണൽ നായ്ക്കുട്ടി എന്നും അറിയപ്പെടുന്ന ഇത് ആഫ്രിക്കയുടെ കൊമ്പിലും കെനിയയുടെ ചില ഭാഗങ്ങളിലും പ്രത്യേകിച്ച് സൊമാലി പ്രദേശങ്ങളിലും മാളമുണ്ടാക്കുന്ന ഒരു എലിയാണ്. കഠിനമായ ഭൂഗർഭ അന്തരീക്ഷത്തിൽ വളരാൻ അനുവദിക്കുന്ന അസാധാരണമായ ശാരീരികവും പെരുമാറ്റപരവുമായ സ്വഭാവ സവിശേഷതകൾ ഇതിനുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.